മലങ്കര കാതലിക് ടി വിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയുടെ 50-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 50-ാമത്തെ എപ്പിസോഡ് അവസാനത്തെ എപ്പിസോഡ് എന്ന നിലയിൽ 4 ഭാഗങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുക. ഈ 50-ാം എപ്പിസോഡ് പ്രധാനമായും സഭാചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഭാരത സഭാചരിത്രമാണ് ഈ 50-ാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ മരണ ഉത്ഥാന ശേഷം തോമാശ്ലീഹ ഒഴികെയുള്ള മറ്റ് അപ്പസ്തോലന്മാർ റോമാ സാമ്രാജ്യത്തിനുള്ളിലാണ് സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ നിർവഹിച്ചത്. അവർ വിവിധ സ്ഥലങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുകയും അവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ തോമാശ്ലീഹ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് ഭാരതത്തിൽ സുവിശേഷം പ്രഘോഷിച്ചു എന്നുള്ളതാണ് തോമാശ്ലീഹായെ വ്യത്യസ്തനാക്കുന്നത്. തോമാശ്ലീഹായെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായി ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും സാക്ഷിക്കുന്നു. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായി തോമാശ്ലീഹായെ സഭ മുഴുവനും ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പാരമ്പര്യമനുസരിച്ച് തോമാശ്ലീഹ 2 ഘട്ടങ്ങളിലായി ഭാരതത്തിൽ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. AD 40-നും 50-നും ഇടയിൽ ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമായ പാർത്തിയൻ സാമ്രാജ്യത്തിൽ തോമാശ്ലീഹ കടന്നു വന്ന് സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പാരമ്പര്യം സാക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം AD 50-ന് ശേഷം ഭാരതത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കേരളത്തിൽ തോമാശ്ലീഹ സുവിശേഷം പ്രഘോഷിച്ചതായും നാം മനസ്സിലാക്കുന്നു. BC 800 മുതൽ തന്നെ ഈജിപ്തിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നും വടക്കേ ഇന്ത്യയിലെ സിന്ധു നദീമുഖത്തും ഗുജറാത്തിലെ നർമ്മദ നദീമുഖത്തും തെക്ക് മുസിരീസ് അഥവാ കൊടുങ്ങല്ലൂർ തുറമുഖത്തും വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഗുജറാത്തിലും ബോംബെയിലും കൊടുങ്ങല്ലൂരുമുള്ള യഹൂദ സാന്നിധ്യം ഇതിന് ഉറപ്പേകുന്നു. AD 47-ന് ശേഷമാണ് ഇന്ത്യൻ തീരത്തേക്ക് കപ്പൽ മാർഗം വരാനുള്ള അനുകൂലമായ കാറ്റിൻ്റെ ഗതി ഹിപ്പാലൂസ് കണ്ടുപിടിച്ചത്. ഇത് പാശ്ചാത്യ പൗരസ്ത്യ ബന്ധങ്ങൾ വളരുവാൻ ഇടയാക്കി. AD 40-നും 50-നും ഇടയിൽ തോമാശ്ലീഹ അലക്സാണ്ട്രിയയിൽ നിന്നും ചെങ്കടൽ വഴി ഗുജറാത്തിലെ ബറൂച്ചിയിലെത്തി എന്നാണ് പാരമ്പര്യം സാക്ഷിക്കുക. ഇന്തോ പാർത്യൻ രാജാവായ ഗുണ്ടഫറസിൻ്റെ ആസ്ഥാനമായ തക്ഷശിലയിൽ തോമാശ്ലീഹ എത്തിയെന്നും ഇവിടെ സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചുവെന്നും ചരിത്രം സാക്ഷിക്കുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ യഹൂദ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. തോമായുടെ നടപടി എന്ന പുസ്തകത്തിൽ ഗുണ്ടഫറസ് രാജാവിനെക്കുറിച്ചും സഹോദരൻ ഗാദിനെക്കുറിച്ചും പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും ചരിത്ര പുരുഷന്മാരാണ്. ഗുണ്ടഫറസ് രാജാവിൻ്റെ നാണയങ്ങൾ, ലിഖിതങ്ങൾ ഇവയെല്ലാം ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോക്രിഫൽ പുസ്തകമായ തോമായുടെ നടപടി എന്ന പുസ്തകത്തിലെ ഗുണ്ടഫറസ് രാജാവിനെക്കുറിച്ചും മറ്റുമുള്ള എഴുത്തുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ് എന്നാണ് ചരിത്ര പണ്ഡിതരുടെ മതം. തോമാശ്ലീഹ തൻ്റെ 1-ാം പ്രേക്ഷിത യാത്ര ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ തീരങ്ങളിൽ നടത്തി എന്നാണ് പാരമ്പര്യം. എന്നാൽ തോമാശ്ലീഹ AD 52-ൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗമായ കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുകയും അവിടെ ധാരാളം യഹൂദ സാന്നിധ്യമുണ്ടായിരുന്നതായും അവിടെ യഹൂദന്മാരോട് സുവിശേഷ ശുശ്രൂഷ സുറിയാനി ഭാഷയിൽ നിർവഹിച്ചു എന്നുമാണ് പാരമ്പര്യം. യഹൂദർ ഉപയോഗിച്ചിരുന്ന റോമൻ നാണയങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതും ചരിത്ര സത്യമാണ്. കൊടുങ്ങല്ലൂർ വലിയ തുറമുഖ പട്ടണമായിരുന്നതിനാൽ ഇവിടെ നിന്നും ആനക്കൊമ്പ്, ചന്ദനം, വിലയേറിയ തടികൾ, കുരുമുളക്, കറുവാപ്പട്ട, കാപ്പി, ഏലം, ഇഞ്ചി തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂരും കൊച്ചിയിലും ഒക്കെ ഉണ്ടായിരുന്ന വലിയ യഹൂദ സാന്നിധ്യം തോമാശ്ലീഹായുടെ ഭാരതയാത്രയ്ക്ക് കൂടുതൽ ചരിത്രപരമായ മിഴിവ്
നൽകുന്നതാണ്. ഇവിടെ ധാരാളം യഹൂദരുണ്ടായിരുന്നതിനാൽ തോമാസ് ലീഹ തൻ്റെ സുവിശേഷ ശുശ്രൂഷ സുറിയാനി ഭാഷയിലാണ് നിർവഹിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു. തോമാസ് ലീഹ ഭാരതത്തിൽ വന്ന് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ 7 സഭാ സമൂഹങ്ങൾ, ദേവാലയങ്ങൾ സ്ഥാപിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് ചരിത്രപരമായ മനസ്സിലാക്കൽ. 7 പള്ളികൾ എന്ന് പറയുമ്പോൾ 7 കമ്മ്യൂണിറ്റികൾ, 7 സമൂഹങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി തോമാസ് ലീഹ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ അഥവാ കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ അഥവാ ചായൽ എന്നീ 7 സഭാകേന്ദ്രങ്ങളാണ് തോമാസ് ലീഹ സ്ഥാപിച്ചത്. ചില പാരമ്പര്യങ്ങളിൽ 7 അരപ്പള്ളികൾ സ്ഥാപിച്ചു എന്നും സൂചനകളുണ്ട്. തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ മാല്യങ്കര എന്ന സ്ഥലത്താണ് കപ്പലിറങ്ങിയത്. അവിടെയാണ് അദ്ദേഹം സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചതും. അതുകൊണ്ടാണ് തോമാസ് ലീഹ സ്ഥാപിച്ച സഭയെ മലങ്കര സഭ എന്ന പേരിൽ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. മലങ്കര എന്നതിന് മലയുള്ള കര എന്നും അർത്ഥമുണ്ട്. തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ വന്ന് സുവിശേഷ ശുശ്രൂഷ നടത്തി 7 സ്ഥലങ്ങളിൽ 7 സഭാകേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. തോമാസ് ലീഹ AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിയായി എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തെ ശൂലമെറിഞ്ഞ് കൊന്നു എന്നുള്ളതാണ് ചരിത്രപരമായ വിശദീകരണം. AD 3-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് ഇവിടെ നിന്നും എഡേസായിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും ഇറ്റലിയിലെ ഓർത്തോണായിലേക്ക് ഈ തിരുശേഷിപ്പ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുന്നു. കേരള ക്രിസ്ത്യാനികൾ തോമാസ് ലീഹായുടെ ദുഗ്രോനോ തിരുനാൾ, ഓർമ്മ തിരുനാൾ ജൂലൈ മാസം 3-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവനും എല്ലാ സഭകളിലും ജൂലൈ 3-ാം തീയതി ആണ് തോമാസ് ലീഹായുടെ ഓർമ്മ പെരുന്നാൾ, ദുഗ്രോനോ പെരുന്നാൾ ആഘോഷിക്കുന്നത്. തോമാസ് ലീഹ ഭാരതത്തിൽ വന്നു എന്നതിന് എന്തൊക്കെ തെളിവുകളാണ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുക? ചിലർ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരുപക്ഷേ വിദൂര രാജ്യത്തു നിന്നും 2000 വർഷം മുമ്പ് കേരളത്തിൽ എത്തിച്ചേരുക അസാധ്യമാണ് എന്നുള്ളൊരു ചിന്താധാരയിൽ നിന്നുമായിരിക്കാം അപ്രകാരം ഒരു നിഗമനം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തോമാസ് ലീഹ കേരളത്തിൽ വന്നു എന്നതിൻ്റെ തെളിവുകൾ നമ്മൾ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു അപ്പസ്തോലൻ ഒരു സ്ഥലത്ത് സഭ സ്ഥാപിച്ചുവെന്ന് പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടു പോകുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. പത്രോസ് ലീഹ റോമിൽ സഭ സ്ഥാപിച്ചു എന്നത് 100% കൃത്യമായ യാഥാർത്ഥ്യമാണ്. അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വിശ്വാസ സമൂഹം ആദ്യ 3 നൂറ്റാണ്ട് മുതൽ അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമതായി, അദ്ദേഹത്തിൻ്റെ കബറിടം റോമിലാണ്. പത്രോസ്ലീഹയുടെ കബറിടം റോമിലാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നതും അവിടെയാണ് അദ്ദേഹം കബറടക്കിയത്. മൂന്നാമതായി, അപ്പസ്തോലികതയുടെ അടിസ്ഥാനമായ അധികാരത്തിൻ്റെ ചിഹ്നമായ സിംഹാസനം, മെത്രാൻ്റെ സാന്നിധ്യം ആദിമകാലം മുതൽ തന്നെ റോമിലുണ്ടായിരുന്നു. ഈ 3 അടിസ്ഥാന തെളിവുകളാണ് എല്ലാ അപ്പസ്തോലന്മാരെക്കുറിച്ചും അവരുടെ പ്രഘോഷണത്തെക്കുറിച്ചും നമുക്ക് പറയുവാനുള്ളത്. തോമാസ് ലീഹയെ സംബന്ധിച്ചിടത്തോളവും ഈ 3 കാര്യങ്ങളും വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ക്രിസ്തീയ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട്. തോമാസ് ലീഹയുടെ പേരിൽ ഒരു ക്രിസ്തീയ സമൂഹം ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്നോളം സെൻറ് തോമസ് ക്രിസ്ത്യൻസ് എന്ന പേരിൽ ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടാമതായി, തോമാസ് ലീഹയുടെ കബറിടം ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ചിന്നമലയിലാണ് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്തും ലോകത്തിൽ മറ്റൊരു സഭയും തോമാസ് ലീഹയുടെ കബറിടം അവർ രാജ്യത്തുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നില്ല. ഏക രാജ്യം അത് ഭാരതം മാത്രമാണ് തോമാസ് ലീഹയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നതായി ക്ലെയിം ചെയ്യുന്ന രാജ്യം. തോമാസ് ലീഹ ഇവിടെ മരിച്ചു, കബറടക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്ര സത്യമായി എല്ലാ ലോകവും, എല്ലാ രാജ്യങ്ങളും, എല്ലാ സഭകളും പൊതുവായിട്ട് അംഗീകരിക്കുന്നു. മൂന്നാമതായിട്ട്, തോമാസ് ലീഹയുടെ അപ്പസ്തോലിക അധികാരത്തിൻ്റെ പ്രതീകമായ സിംഹാസനം, മെത്രാൻ സ്ഥാനം ആദിമസഭ മുതലേ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പാരമ്പര്യം. പ്രത്യേകിച്ചും
7-ാം നൂറ്റാണ്ട് മുതൽ നമുക്കതിൻ്റെ സൂചനകൾ കാണാനായിട്ട് സാധിക്കും. പേർഷ്യൻ മെത്രാന്മാർ 7-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ വന്ന് ഇവിടെ സഭയെ ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാർ ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാരുടെ സാന്നിധ്യം, അത് കൽദായ മെത്രാന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. മാർ ജോസഫും മാർ അബ്രഹാമും മാർ യാക്കോബും എല്ലാം കൽദായ മെത്രാന്മാർ. അപ്പസ്തോലിക അധികാരത്തിൻ്റെ പ്രതീകമായ മെത്രാൻ സ്ഥാനം ഇവിടെ നിലനിന്നിരുന്നു. അതുകൊണ്ട് മറ്റ് അപ്പസ്തോലന്മാർക്ക് ഒരു സഭ കൊടുക്കുന്ന അതേ എല്ലാ അംഗീകാരവും തോമാശ്ലീഹായ്ക്കും സഭ നൽകുകയാണ്. അതായത് തോമാശ്ലീഹയുടെ പേരിൽ ഒരു ക്രിസ്തീയ സമൂഹം ഭാരതത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഖബർ ഭാരതത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക അധികാരത്തിൻ്റെ ചിഹ്നമായ സിംഹാസനം മെത്രാൻ സ്ഥാനം ഇവിടെ ഈ ഭാരതത്തിൽ നിലനിന്നിരുന്നു. ഈ 3 അടിസ്ഥാന കാരണങ്ങളാലാണ് തോമാശ്ലീഹായെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിട്ട് നാം കാണുന്നതും പരിഗണിക്കുന്നതും. തോമാശ്ലീഹയെക്കുറിച്ച് മാത്രമല്ല, മറ്റെല്ലാ അപ്പസ്തോലന്മാരെക്കുറിച്ചും ഇതുതന്നെയാണ് അടിസ്ഥാന തെളിവുകളായി നാം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. തോമാശ്ലീഹയുടെ ഭാരത സന്ദർശനത്തെക്കുറിച്ച് മറ്റ് തെളിവുകൾ നമുക്ക് പറയാനുള്ളത്, വാമൊഴിയായി ധാരാളം ഗാനങ്ങളും അതുപോലെ തന്നെ പിന്നീട് ലിഖിത രൂപങ്ങളും തോമാശ്ലീഹയുടെ വരവിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിലനിന്നിരുന്ന തോമാപർവം, റമ്പാൻ പാട്ട്, മാർഗംകളിപ്പാട്ട്, പാണപ്പാട്ട് അല്ലെങ്കിൽ വീരടിയാൻ പാട്ട് എന്നിവ തോമാശ്ലീഹായുടെ ചരിത്രത്തെ ബന്ധപ്പെടുത്തിയാണ് നാം കേൾക്കുന്നത്. ഇത് വാമൊഴിയായും പിന്നീട് ലിഖിത രൂപത്തിലും ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. തോമാശ്ലീഹായുടെ വരവിനെക്കുറിച്ചുള്ള മറ്റ് ചില സാക്ഷ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളാണ്. 3-ാം നൂറ്റാണ്ടിൽ തോമാശ്ലീഹായുടെ വരവിനെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ മറ്റ് പ്രാചീന എഴുത്തുകളിലുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം നൂറ്റാണ്ടിൽ രചിതമായ ശ്ലീഹന്മാരുടെ പ്രബോധനം എന്ന രേഖയിൽ ഇപ്രകാരം തോമാശ്ലീഹായെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും അതിലെ രാജ്യങ്ങളും അതിൽ വസിക്കുന്നവരും അങ്ങകലെ കടൽക്കരയിലുള്ളവർ പോലും താൻ സ്ഥാപിച്ച സഭയിലെ നായകനും ഭരണാധികാരിയുമായ യൂദാസ് തോമസിൽ നിന്നും കൈവപ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു. അപ്പസ്തോലിൻ്റെ ഭാരത പ്രേക്ഷിതത്വം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വിദേശത്തും അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകളൊന്നാണിത്. കൂടപ്പഴയച്ചൻ എഴുതിയ ഭാരത സഭാചരിത്രത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. പേജ് 156. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അപ്രേൽ തോമാശ്ലീഹായെക്കുറിച്ച് ഇപ്രകാരം സൂചിപ്പിക്കുന്നു: സൂര്യരശ്മി പോലെ വലിയ ഗോളത്തിൽ നിന്നും പുറപ്പെടുന്നവനെ നീ ഭാഗ്യവാൻ. നിന്റെ അനുഗ്രഹീതാഗമനമാകുന്ന പ്രഭാതം ഇന്ത്യയുടെ അന്ധകാരത്തെ മാറ്റുന്നു. വീണ്ടും അദ്ദേഹം എഴുതുന്നു: 12 പേരിൽ ഒരുവനായ വലിയ ദീപമേ, കുരിശിൽ നിന്നുമുള്ള തൈലത്താൽ നിറഞ്ഞവനായി ഇന്ത്യയുടെ ഇരുട്ട് നിറഞ്ഞ നിശയെ ദീപം കൊണ്ട് നീ നിറയ്ക്കുന്നു. വീണ്ടും അദ്ദേഹം എഴുതുന്നു: കണ്ടാലും ഇന്ത്യയിൽ നിൻ്റെ അത്ഭുതങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ നിൻ്റെ വിജയവും, എല്ലായിടത്തും നിൻ്റെ തിരുനാളും. മർത്തോമായേ, നീ ഭാഗ്യമുള്ളവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ വലിയവനായ രാജാവ് തൻ്റെ ഏകജാതനായ പുത്രന് വേണ്ടി ഇന്ത്യയെ നേടുവാൻ നിന്നെ അങ്ങോട്ട് അയച്ചു. ഇന്ത്യയിൽ നിന്നും തോമാശ്ലീഹയുടെ തിരുശേഷിപ്പുകളുടെ ഒരു ഭാഗം എഡേസായിലേക്ക് കൊണ്ടുപോയതിനെപ്പറ്റിയും വിശുദ്ധ അപ്രയം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അപ്രയം ഇപ്രകാരം എഴുതുന്നു: വാണിക് ശ്രേഷ്ഠൻ പല പ്രാവശ്യവും ഇന്ത്യയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. അയാൾ അവിടെ കണ്ടിട്ടുള്ള സകല ദ്രവ്യങ്ങളും അങ്ങയുടെ അസ്ഥികളോട് താരതമ്യപ്പെടുത്തിയപ്പോൾ വെറും നിസ്സാരങ്ങളായി മാത്രം പരിഗണിച്ചു. എഡേസായെ, നീ വളരെ ഭാഗ്യമുള്ള നഗരമാകുന്നു. ഇന്ത്യക്ക് നൽകുവാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ പവിഴമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സഭാപിതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ 4-ാം നൂറ്റാണ്ടിലും, വിശുദ്ധ അംബ്രോസ് 4-ാം നൂറ്റാണ്ടിലും, വിശുദ്ധ ജെറോം 4-ാം നൂറ്റാണ്ടിലും, വിശുദ്ധ ക്രിസ്തോസ്തോം 5-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്നവർ തോമാശ്ലീഹായെക്കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്തോം അദ്ദേഹം ഇപ്രകാരം തോമാശ്ലീഹായെക്കുറിച്ച് എഴുതുകയാണ്: ശ്ലീഹന്മാരിൽ മിക്കവരുടെയും കല്ലറകൾ എവിടെയാണെന്ന് നമുക്ക് അറിവില്ല. എന്നാൽ
പത്രോസ്, പൗലോസ്, യോഹന്നാൻ, തോമസ് എന്നിവരുടെ കല്ലറകൾ സുപ്രസിദ്ധമാണ്. ഈ എഴുത്തുകളിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഭാരതത്തിൽ തോമാശ്ലീഹ വന്നുവെന്നും അപ്പസ്തോലിക ശുശ്രൂഷ നിർവഹിച്ചുവെന്നും ആദ്യ നൂറ്റാണ്ടുകൾ തന്നെ ലോകം മുഴുവൻ അറിവുണ്ടായിരുന്നു. അത് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിഴലിച്ചിരുന്നുവെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റ് പ്രാചീന രേഖകൾ തോമാശ്ലീഹയുടെ വരവുമായി ബന്ധപ്പെട്ട് കാണാൻ നമുക്ക് സാധിക്കും. തോമാശ്ലീഹയുടെ ശിഷ്യ അറിയപ്പെട്ടിരുന്ന അദ്ദായിയുടെ പ്രബോധനം 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. തോമായുടെ നടപടി അതും 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. തോമാശ്ലീഹയുടെ രക്തസാക്ഷ്യത്വ വിവരണം 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത് എന്നീ പ്രാചീന രേഖകളിലെല്ലാം തന്നെ തോമാശ്ലീഹയുടെ ഭാരത പ്രവേശനത്തെക്കുറിച്ച് സൂചനകളുണ്ട്. വിവിധ സഭകളുടെ ആരാധനാക്രമ പാരമ്പര്യങ്ങളിൽ, പ്രാർത്ഥനകളിൽ തോമാശ്ലീഹയെക്കുറിച്ച് നിരവധിയായ പരാമർശങ്ങൾ കാണാനായിട്ട് സാധിക്കും. 4-ാം നൂറ്റാണ്ടോട് രൂപപ്പെട്ട വിവിധ ആരാധനാക്രമങ്ങളിലെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ തോമാശ്ലീഹയെക്കുറിച്ച് പരാമർശമുണ്ട്. കൽദായ സുറിയാനി ആരാധനാക്രമം, സീറോ മലബാർ സഭ ഉപയോഗിക്കുന്ന ആരാധനാക്രമത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 1-ാം ദിവസത്തെ ലലിയ പ്രാർത്ഥനയിൽ, രാത്രി പ്രാർത്ഥന ഇപ്രകാരം കാണുന്നു: തോമ ഇന്ത്യയിലെ കടൽ തീരത്ത് വെച്ച് ശൂരാരോഹിതനായി മരിച്ചു. അന്നത്തെ പ്രാർത്ഥന വീണ്ടും നമ്മൾ കാണുന്നു: നിന്റെ കൂടാരത്തെ സമുദ്രതീരത്ത് സ്ഥാപിച്ച തോമാശ്ലീഹായെ, നിന്നോടുകൂടി സ്വർഗത്തിൽ ഞങ്ങളെ ആനന്ദപൂരിതരാക്കുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അപ്പസ്തോലനെ ബഹുമാനിക്കുന്നു. അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ വിശുദ്ധ തോമാശ്ലീഹായെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: വാഴ്ത്തപ്പെട്ട ശ്ലീഹായെ, ദുഷ്ടത പ്രവർത്തിക്കുന്നവനാൽ ക്ഷയിച്ച ഇന്ത്യക്കാർക്കും കൂശായക്കാർക്കും തൻ്റെ ദാസ്യത്താൽ സ്വാതന്ത്ര്യം സമ്പാദിച്ചു കൊടുത്ത മാർത്തോമായെ, നീ സ്തുത്യർഹനാകുന്നു. സാപ്രായിലെ വിശുദ്ധ അപ്രേം തോമാശ്ലീഹായെക്കുറിച്ച് പ്രകാരം എഴുതിയിരിക്കുന്നു: നീ വഴി സത്യവിശ്വാസത്തിലേക്ക് ഇന്ത്യക്കാരെ ദൈവം ആകർഷിക്കുകയും തൃത്വത്തിൻ്റെ നാമത്തിൽ അവരെ മാമോദീസ മുക്കുകയും ചെയ്തു. പ്രഭാത പ്രാർത്ഥനയിലെ മറ്റൊരു സദറായിപ്രകാരം നമ്മൾ കാണുന്നു: സൂര്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന പോലെ തോമാശ്ലീഹ തൻ്റെ അപരിമേയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അജ്ഞാന തിമിരത്താൽ ആവൃതമായിരുന്ന ഇന്ത്യയെ പ്രകാശിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. റോമൻ സഭാ പാരമ്പര്യത്തിലും തോമാശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ സഭയിൽ പ്രചാരം ലഭിച്ചിട്ടുള്ള വിശുദ്ധ ജെറോമിൻ്റെ മാർട്ടിയോളജിയിൽ, രക്തസാക്ഷ്യ ചരിത്രത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. സ്ലീഹന്മാരെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഡിസംബർ 21-ാം തീയതി ഇന്ത്യയിൽ വിശുദ്ധ തോമാശ്ലീഹയുടെ മരണവും ജൂലൈ 3-ാം തീയതി എഡേസായിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോയതും അനുസ്മരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ബീഡിൻ്റെ മാർട്ടിയോളജിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഡിസംബർ 21-ന് പാർഥ്യരെയും മേദിയരെയും സുവിശേഷം അറിയിച്ച ശേഷം ഇന്ത്യയിൽ വെച്ച് പീഡകൾ സഹിച്ച അനുഗ്രഹീതനായ മാർത്തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വം. ബൈസന്റൈൻ ആരാധനാക്രമത്തിൽ തോമാശ്ലീഹായെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഒക്ടോബർ 6-ാം ദിവസം വിശുദ്ധ തോമാശ്ലീഹായുടെ വേദസാക്ഷിത്വം മാർത്തോമായ്ക്ക് ഭാരതം ലഭിച്ചു. അദ്ദേഹം അവിടെ മിശിഹായെ പ്രസംഗിച്ചു. ഈ വിശുദ്ധൻ കുന്നിൻ മുകളിൽ ആനീതനായി. അവർ അദ്ദേഹത്തെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു. മറ്റുള്ള ഇപ്രകാരം പറയുന്നു: ജൂൺ 30-ാം തീയതി 12 സ്ലീഹന്മാരുടെ തിരുനാൾ. 7-ാമത്തെ ആൾ തോമ എന്ന ദിദിമോസ്, ഇദ്ദേഹത്തെ ഇന്ത്യക്കാർ കുന്തം കൊണ്ട് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. എത്യോപ്യൻ ആരാധനാക്രമത്തിൽ തോമാശ്ലീഹയുടെ തിരുനാളിനെ കുറിച്ച് പ്രകാരം എഴുതിയിരിക്കുന്നു: ഒക്ടോബർ 6-ാം തീയതി ഇന്ത്യയുടെ ശ്ലീഹായായ മാർത്തോമായുടെ തിരുനാൾ. തോമാശ്ലീഹായുടെ ഭാരത അപ്പസ്തോലിക ശുശ്രൂഷയെക്കുറിച്ച് നിരവധി തെളിവുകൾ നമ്മൾ കാണുകയായിരുന്നു. ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിൻ്റെ കബറിടമാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ തോമാശ്ലീഹയുടെ കബറിടത്തിലേക്ക് ധാരാളം തീർത്ഥയാത്രകൾ നടന്നിരുന്നു. നിരവധി വിദേശീയരും ഈ കബറിങ്കലിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നതായിട്ട് ചരിത്രരേഖകൾ സാക്ഷിക്കുന്നുണ്ട്. നിരവധി ചരിത്ര പണ്ഡിതരുടെ നിഗമനങ്ങൾ നോക്കുമ്പോൾ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നു എന്ന് പറയുന്നത് ചരിത്രപരമായൊരു സത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കൂടുതൽ പഠിക്കേണ്ടിയവർക്ക് ഭാരത സഭാചരിത്രം ഡോക്ടർ സേവ്യർ കൂടപ്പുഴ എഴുതിയ ഈ ബൃഹത്തായ ഗ്രന്ഥം ഉപകരിക്കും. അതിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. തോമാശ്ലീഹ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രഘോഷിച്ച് ഇവിടെ ഒരു സഭ സ്ഥാപിച്ചു എന്നുള്ളത്
അതൊരു ചരിത്ര സത്യമാണ്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അസാധ്യമായൊരു കാര്യമായിരുന്നില്ല അത്. കാരണം BC 8-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഭാരതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരവും തെക്കു പടിഞ്ഞാറൻ തീരവുമായി വിദേശ രാജ്യങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, കപ്പൽ ബന്ധമുണ്ടായിരുന്നു, തുറമുഖ ബന്ധമുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന യഹൂദ സാന്നിധ്യം, ഇവിടെ നിന്നും ധാരാളം കാര്യങ്ങൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നതായും ഈ കപ്പൽ ബന്ധം, തുറമുഖ ബന്ധം വഴി മറ്റ് വിദേശ രാജ്യങ്ങളുമായി ഭാരതത്തിന് ബന്ധമുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തോമാസ് ലീഹ ഭാരതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും തെക്കു പടിഞ്ഞാറൻ ഭാഗമായ കേരളത്തിലും വന്ന് സുവിശേഷ ശുശ്രൂഷ നിർവഹിച്ചു എന്നുള്ളത് അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ അകത്തില്ല. അതിന് സാധ്യമായ എല്ലാ തെളിവുകളുമാണ് ചരിത്രം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം ഭാരതത്തിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. തോമാസ് ലീഹയുടെ മക്കളെന്ന നിലയിൽ ഞാൻ നിങ്ങളും അഭിമാനിക്കുന്നു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പ് തന്നെ ദൈവവചനം കേൾക്കാനും അതനുഭവിക്കുവാനും ഭാരതീയരായ നമുക്ക് സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ടും കൃപയായിട്ടും നാം കരുതണം. അതൊരു വലിയ നിധിയായിട്ട് നമ്മൾ കരുതണം. നമ്മൾ തോമാസ് ലീഹ എന്ന അപ്പസ്തോലൻ്റെ മക്കളാണ് എന്നുള്ള വലിയ സ്വത്വബോധം നമ്മളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നാം ഇതുവരെ കർത്താവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്ന തോമാസ് ലീഹ ഭാരതത്തിൽ വന്ന് സഭ സ്ഥാപിച്ചു എന്നതിൻ്റെ വിവിധ മാനങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനിയും നാം ചർച്ച ചെയ്യുന്നത് തോമാസ് ലീഹ ഇവിടെ സഭ സ്ഥാപിച്ചതിന് ശേഷം 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ 1500 വർഷക്കാലം ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ചരിത്രരേഖകൾ സൂക്ഷിക്കുന്നതിനും ചരിത്രരേഖകൾ സംരക്ഷിക്കുന്നതിനും അവ കൃത്യമായി എഴുതി വയ്ക്കുന്നതിനും ഒരുപക്ഷെ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലും അതിന് വേണ്ടത്ര താല്പര്യം കാണിക്കാതിരുന്നതിൻ്റെ പേരിലുമായിരിക്കാം 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, 1500 വരെയുള്ള കാലഘട്ടം സഭാചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇരുളടഞ്ഞ കാലഘട്ടം എന്നാണ് നാം മനസ്സിലാക്കുക. എഴുതപ്പെട്ട രേഖകൾ വളരെ കുറവാണ് എന്നതാണ് സത്യം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചില സൂചനകൾ നമുക്ക് മനസ്സിലാകും. ഭാരതസഭ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടിരുന്നു. ഭാരത സഭയിൽ പേർഷ്യൻ സഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽദായ സുറിയാനി ആരാധനക്രമം 1500 വർഷക്കാലം ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ്. ഭാരതസഭയും പേർഷ്യൻ സഭയും തമ്മിൽ ഇപ്രകാരം ഒരു ബന്ധം ഉടലെടുക്കുന്നതിന് കാരണം ഒരുപക്ഷെ അത് തോമാസ് ലീഹായുമായിട്ടുള്ള ബന്ധമായിരിക്കാം. പേർഷ്യയിലെ വിവിധ സ്ഥലങ്ങളിലെ സഭകൾ സ്ഥാപിച്ചത് തോമാസ് ലീഹായാണെന്ന് ആ സഭകൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിലെ സഭ സ്ഥാപിച്ചതും തോമാസ് ലീഹായാണ്. അതുകൊണ്ട് തങ്ങളുടെ പൊതുപിതാവാണ് തോമാസ് ലീഹ എന്ന പശ്ചാത്തലത്തിൽ തോമാസ് ലീഹയുടെ ഇരു സഭകൾ തമ്മിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിലെ സഭ സുറിയാനി ഭാഷ ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തോമാസ് ലീഹ ഇവിടെ കടന്നു വന്ന് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരോട് സുറിയാനി ഭാഷയിലാണ് സുവിശേഷം പ്രഘോഷിച്ചതെന്നും അതുകൊണ്ട് സുറിയാനി ഭാഷ ഇവിടുത്തെ യഹൂദരിലൂടെ ഇവിടെ പരിചിതമായിരുന്നുവെന്നും സുറിയാനി ഭാഷയിലൂടെ ആരാധന നടത്തിയതായും കരുതപ്പെടുന്നു. അതുപോലെ തന്നെ പേർഷ്യയിലെ തോമാസ് ലീഹായുടെ മക്കളായ സഭയും സുറിയാനി ഭാഷയിലാണ് ആരാധന നടത്തിയിരുന്നത്. ഇപ്രകാരം സുറിയാനി ഭാഷ ഇരു സഭകളും തമ്മിൽ ഉപയോഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും ഇരു സഭകളും തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചു വരികയുണ്ടായി. 7-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഭാരതത്തിൻ്റേതായ മെത്രാന്മാരും സഭാ സംവിധാനങ്ങളും ഉള്ളതായിട്ടാണ് പൊതുവായിട്ട് മനസ്സിലാക്കുക. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന സെലൂസിയ സ്റ്റെസിഫൺ പേർഷ്യൻ സാമ്രാജ്യത്തിലെ മറ്റ് സഭകളുടെ മേൽ അധികാരം പ്രയോഗിച്ചു തുടങ്ങുന്നതായി നാം കാണുന്നുണ്ട്. 7-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യയിലെ മെത്രാന്മാർ ഭാരതസഭയിൽ
അധികാരം നടത്തിയിരുന്നതായി നമുക്ക് തെളിവുകളുണ്ട്. ചുരുക്കത്തിൽ 7-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ മെത്രാന്മാർ ഇവിടെ കടന്നു വരികയും ഇവിടുത്തെ സഭയുടെ മേൽ അധികാരം പ്രയോഗിക്കുകയും അങ്ങനെ പേർഷ്യൻ സഭയും ഭാരത സഭയുമായി ഒരു കാനൂനിക അധികാര സംവിധാനത്തിൽ വളരുകയും ചെയ്തു. അങ്ങനെ 7-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യയിലെ മെത്രാന്മാർ ഇവിടെ ഭരിച്ചിരുന്നതായും പേർഷ്യൻ ആരാധനക്രമമായ കൽദായ സുറിയാനി ആരാധനക്രമം ഇവിടെ ഉപയോഗിച്ചിരുന്നതായും നാം കാണുന്നുണ്ട്. 1301 യാക്കോബ് എപ്പിസ്കോപ്പ കൽദായ മെത്രാൻ ഇവിടെ ഭരിച്ചിരുന്നതായി തെളിവുണ്ട്. 1490 മാർ യോഹന്നാൻ എന്ന് പറയുന്ന മെത്രാപ്പോലീത്ത ഇവിടെ ഭരിച്ചിരുന്നതായി തെളിവുകളുണ്ട്. 1498 പോർട്ടുഗീസുകാർ ആദ്യം കേരളത്തിൽ കാലുകുത്തുമ്പോൾ ഇവിടെ കൽദായ സുറിയാനി മെത്രാന്മാർ, പേർഷ്യൻ മെത്രാന്മാർ ഇവിടെ ഭരിച്ചിരുന്നു. 1500 മുതൽ 1600 വരെയുള്ള 100 വർഷ കാലഘട്ടം 3 പേർഷ്യൻ മെത്രാന്മാർ ഇവിടെ ഭരിച്ചിരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യക്തമായ ചരിത്രരേഖകളും അതിനുണ്ട്. 1504 മാർ യാക്കോബ്, 1556 മാർ ജോസഫ്, 1568 മുതൽ മാർ അബ്രഹാം എന്നീ മെത്രാപ്പോലീത്താമാർ, പേർഷ്യൻ മെത്രാന്മാർ ഇവിടെ ഭരണം നടത്തിയിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ പോർട്ടുഗീസുകാർ 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ കടന്നു വരുമ്പോൾ പേർഷ്യയിലെ മെത്രാന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഭാരതസഭയുമായി ബന്ധപ്പെട്ട്, കേരള സഭയുമായി ബന്ധപ്പെട്ട് 3 കുടിയേറ്റങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഒന്നാമതായി 3-ാം നൂറ്റാണ്ടിൽ കൊല്ലത്തേക്ക് നടന്ന കുടിയേറ്റമാണ്. ഭാരതത്തിൻ്റെ കിഴക്കു ഭാഗത്തുണ്ടായ ചില മതമർദ്ദനം മൂലം 72 കുടുംബങ്ങൾ കാവേരി പട്ടണത്തിൽ നിന്നും കൊല്ലം ഭാഗത്ത് കുടിയേറിയതായി കണക്കാക്കപ്പെടുന്നു. കൊല്ലത്തും കായംകുളത്തുമുള്ള മണിഗ്രാമക്കാർ എന്ന കച്ചവട സംഘത്തിൽപ്പെട്ടവർ ഇപ്രകാരം കുടിയേറിയവരുടെ പിൻഗാമികളായിട്ടാണ് കരുതപ്പെടുന്നത്. രണ്ടാമതായി കിനായിത്തോമായുടെ നേതൃത്വത്തിൽ നടന്ന കുടിയേറ്റമാണ്. പേർഷ്യയിൽ നിന്നും കിനായിത്തോമായും കൂടെ വലിയൊരു സംഘവും കേരളത്തിലേക്ക് കുടിയേറി എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലേക്ക് പശ്ചിമേഷ്യയിൽ നിന്നും പല കുടിയേറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റമാണ് കിനായിത്തോമൻ എന്ന കച്ചവട പ്രമാണിയുടെ നേതൃത്വത്തിൽ നടന്ന കുടിയേറ്റം. കിനായിത്തോമൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്രൈസ്തവ കുടിയേറ്റം AD 345 നടന്നു എന്നാണ് ക്നാനായ സമൂഹം വിശ്വസിക്കുന്നത്. ഇവർ പേർഷ്യയിൽ നിന്നും കൊടുങ്ങല്ലൂരിന് തെക്ക് വന്ന് താമസിച്ചു. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിന് തെക്ക് താമസിച്ചിരുന്നതിനാൽ ഇവരെ തെക്കും ഭാഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തുവർഷം 345 കിനായിത്തോമായുടെ നേതൃത്വത്തിൽ കുടിയേറ്റം നടന്നതായി കരുതപ്പെടുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാർ ഈ കുടിയേറ്റം 9-ാം നൂറ്റാണ്ടിലാണ് നടന്നതെന്നും പരാമർശിക്കുന്നുണ്ട്. AD 345 കുടിയേറിയ കിനായിത്തോമിൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും പിൻതലമുറക്കാരാണ് കേരളത്തിലുള്ള ക്നാനായ സമൂഹം. ഈ ക്നാനായ സമൂഹം കത്തോലിക്കാ സഭയിലും യാക്കോബായ സഭയിലും ഉണ്ട്. കോട്ടയം അതിരൂപത കേന്ദ്രീകരിച്ചാണ് കത്തോലിക്കാ സമൂഹം, ക്നാനായ സമൂഹം നിലനിൽക്കുന്നത്. എന്നാൽ അതേസമയം ചിങ്ങവനം കേന്ദ്രീകരിച്ചാണ് യാക്കോബായ ക്നാനായ സമൂഹം നിലനിൽക്കുന്നത്. ഈ 2 ക്നാനായ സമൂഹവും ഒരു എത്നിക് ഗ്രൂപ്പായി മറ്റ് ക്രിസ്ത്യാനികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ അവരിൽ നിന്ന് മാത്രം വിവാഹം കഴിച്ചുകൊണ്ട് ഒരു എത്നിക് ഗ്രൂപ്പായിട്ട് അവരിന്നും നിലനിൽക്കുന്നു. മൂന്നാമതായിട്ട് 9-ാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു കുടിയേറ്റമാണ് മാർ സാവാറീഷോയുടെയും മാർ പ്രോത്ത് എന്നിവരുടെയും കുടിയേറ്റം. 9-ാം നൂറ്റാണ്ടിൽ മാർ സാവാറീഷോ കൊല്ലത്തും മാർ പ്രോത്ത് ഉദയംപേരൂരും താമസിച്ചു. മലങ്കര സഭ ഇവരെ വിശുദ്ധരായി പരിഗണിച്ച് വിവിധ സ്ഥലങ്ങളിൽ അവരുടെ നാമത്തിൽ പള്ളികളും പണി കഴിപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലേക്ക് ക്രൈസ്തവ കുടിയേറ്റങ്ങൾ ഈ 15 നൂറ്റാണ്ടുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ചറിയുന്നു. ഭാരതത്തിലെ ക്രൈസ്തവർ ഉന്നത സ്ഥാനീയരായിരുന്നു എന്ന് ചില ചരിത്രരേഖകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇവിടുത്തെ ഭരണാധികാരികൾ ക്രിസ്ത്യാനികൾക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന ചില സ്ഥാനമാനങ്ങൾ, അവ ചെമ്പ് പട്ടയങ്ങൾ, താമ്രശാസനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെമ്പ് തകിടിൽ എഴുതിയ ഇതിനെ ചെപ്പേടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമതായി തരീസാപ്പള്ളി ചെപ്പേട് 2 എണ്ണം ഉണ്ട്. കൊല്ലത്തെ തരീസാപ്പള്ളിക്ക് അവിടുത്തെ നാടുവാഴി നൽകിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് ഈ ചെപ്പേടിൽ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവർഷം 849 വേണാട് രാജാവായ അയ്യനടികൾ സാബോറീശോടുകൂടി കുടിയേറിയ ക്രിസ്ത്യാനികൾക്ക് തരീസാപ്പള്ളിയുടെ നാമത്തിൽ നൽകിയതാണ് ഈ അവകാശങ്ങൾ. ഇതിൽ 72 പ്രത്യേക പദവികൾ ക്രിസ്ത്യാനികൾക്ക് നൽകുന്നതായി പ്രത്യേകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അക്കാലത്തെ ക്രിസ്ത്യ സമൂഹത്തെക്കുറിച്ച് ഈ ചെപ്പേടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേത് ഇരവിക്കൊത്തൻ ചെപ്പേട്, വീരരാഘവ പട്ടയം എന്നും അത് അറിയപ്പെടുന്നു. വീരരാഘവൻ ചക്രവർത്തി ഇരവിക്കൊത്തൻ എന്ന വ്യാപാരിക്ക് മണിഗ്രാമം നൽകുന്നതാണ് ഈ ചെപ്പേടിലെ ഉള്ളടക്കം. കച്ചവട സംബന്ധമായി ക്രിസ്ത്യാനിക്ക് ലഭിച്ചിട്ടുള്ള ഈ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 13-14 നൂറ്റാണ്ടുകളിലെ ഭാഷയാണ് ഈ ചെപ്പേടുകളിൽ ഉള്ളത്. മൂന്നാമതായി കിനായ്ത്തൊമ്മൻ ചെപ്പേട്. ഇവിടുത്തെ പേർഷ്യൻ ബിഷപ്പായിരുന്ന മാർ യാക്കോബിൻ്റെ കൈവശം 1552 ഈ ചെപ്പേട് ഉണ്ടായിരുന്നതായി മനസ്സിലാക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ പോർട്ടുഗീസ് പരിഭാഷ നമുക്ക് ലഭ്യമാണ്. കിനായ്ത്തൊമ്മന് ലഭിച്ച ചില പദവികളും അധികാരങ്ങളുമാണ് ഈ ചെപ്പേടിലുള്ളത്. ഇത് 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചെപ്പേടാണ് എന്ന് കരുതപ്പെടുന്നു. തോമസ് ലീഹ ഭാരതത്തിൽ വന്നതു മുതൽ 1500 വർഷക്കാലം ഭാരത സഭാചരിത്രം ഇരുളടഞ്ഞതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കാരണം എഴുതപ്പെട്ട രേഖകൾ വളരെ കുറവാണ്. എന്നാൽ നമുക്ക് പൊതുവായി സമർത്ഥിക്കുവാൻ സാധിക്കുന്നത് 1500 വർഷമായപ്പോഴേക്കും കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവ സഭ പേർഷ്യൻ സഭയുമായി അഭേദ്യം സംസർഗത്തിലായിരുന്നു. പേർഷ്യൻ സഭയിലെ മെത്രാന്മാർ ഇവിടെ അധികാരം പ്രയോഗിച്ചിരുന്നു. ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരാധനാക്രമം കൽദായ സുറിയാനി ആരാധനാക്രമമായിരുന്നു. പേർഷ്യയിലെ ആരാധനാക്രമം തന്നെയായിരുന്നു ഭാരതത്തിലും പ്രത്യേകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1500 വരെയുള്ള ഭാരതത്തിലെ സഭ കത്തോലിക്കാ സഭയായിരുന്നു. കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലായിരുന്നു ഈ സഭ മുൻപോട്ട് വളർന്നത്. റോമൻ കത്തോലിക്കാ സഭയുടെ കാനോനിക അധികാരത്തിന് കീഴിലായിരുന്നു എന്നല്ല, മറിച്ച് കത്തോലിക്കാ സഭയുടെ പൊതുവായ കൂട്ടായ്മയിലായിരുന്നു. ഇവിടുത്തെ സഭ പേർഷ്യൻ സഭയോട് സംസർഗത്തിലായിരുന്നു. പേർഷ്യൻ സഭ റോമാ സഭയോടും സംസർഗത്തിലായിരുന്നു. പൊതുവായ കത്തോലിക്ക സംസർഗത്തിലാണ് 1500 വർഷം വരെ ഇവിടുത്തെ സഭ കഴിഞ്ഞിരുന്നത്. 1500 വർഷക്കാലം ഇവിടുത്തെ സഭ യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കേട്ടിട്ടേയില്ല. ആ സഭകളുമായി ഭാരതസഭയ്ക്ക് യാതൊരു ബന്ധവും 1500 വർഷക്കാലം ഉണ്ടായിട്ടേയില്ല. ഇവിടുത്തെ സഭയ്ക്ക് കത്തോലിക്ക സഭയുമായി മാത്രമാണ് സംസർഗമുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 1500 വർഷത്തെ ചരിത്രമായി പൊതുവായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. തോമാസ് ലീഹായുടെ വരവിന് ശേഷം 1-ാം നൂറ്റാണ്ട് മുതൽ 1500 വരെയുള്ള 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാചരിത്രമാണ് പൊതുവായി നമ്മൾ കഴിഞ്ഞ സെഷനിൽ മനസ്സിലാക്കിയത്. 1500 മുതൽ ഭാരത സഭാചരിത്രം പുതിയൊരു തലത്തിലേക്ക് മാറുകയാണ്. 1500 മുതൽ 1653 വരെയുള്ള കൂനംകുരിശ് വരെയുള്ള സഭാചരിത്രമാണ് പൊതുവായി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കൂനംകുരിശിന് ശേഷം 1665 വരെയുള്ള കാലഘട്ടങ്ങൾ കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മലങ്കര സഭയിൽ പുത്തൻകൂർ, പഴയകൂർ എന്നീ പിളർപ്പ് ഉണ്ടായതുവരെയുള്ള സംഭവങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1498 പോർച്ചുഗലിൽ നിന്നും വാസ്കോ ഡി ഗാമ കേരളത്തിൽ കപ്പലിറങ്ങി. അതോടുകൂടി പോർട്ടുഗീസ്
രാജ്യവും കേരളവും എന്നുള്ള ബന്ധം ആരംഭിക്കുകയാണ്. വാസ്കോഡിഗാമയോടൊപ്പം പിന്നീട് പോർട്ടുഗീസുകാരോടൊപ്പം മിഷണറിമാരും ഭാരതത്തിലേക്ക് കടന്നു വരികയുണ്ടായി. പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവർ, ഒരേ വിശ്വാസത്തിൽപ്പെട്ടവർ എന്ന നിലയിൽ മിഷണറിമാരെ സ്വീകരിക്കുകയും നമ്മുടെ ദേവാലയങ്ങളിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്തു. അങ്ങനെ പോർട്ടുഗീസ് മിഷണറിമാരും ഭാരതത്തിലെ സഭയും തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലാണ് ആദ്യ കാലഘട്ടങ്ങളിൽ വളർന്നിരുന്നത്. ഇക്കാലത്ത് 1542 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഗോവയിലെത്തുകയും അദ്ദേഹം തൻ്റെ സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുകയും അനേകായിരങ്ങൾക്ക് മാമോദീസ നൽകി, വിശ്വാസം നൽകി ക്രിസ്തീയ സഭയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. 1544 അദ്ദേഹം തിരുവിതാംകൂറിലെത്തി. നമ്മുടെ കടൽത്തീര ഭാഗങ്ങളിൽ ധാരാളം ആളുകൾക്ക് മാമോദീസ നൽകുകയും ക്രിസ്തീയ സമൂഹത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്തു. ഭാരതത്തിലെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം ജപ്പാനിലും ചൈനയിലും സുവിശേഷം പ്രഘോഷിച്ചു. 1552 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ മരിക്കുകയും ഗോവയിൽ അദ്ദേഹത്തെ അടക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോഴും ഗോവയിൽ അഴുകാതെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിട്ട് ലോകം കാണുന്ന സംഭവമാണ്. പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടെ വന്ന് ഇവിടുത്തെ സഭയുമായി ബന്ധം സ്ഥാപിച്ച് സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്ന പശ്ചാത്തലത്തിൽ ക്രമേണ ലത്തീൻ ആരാധനാക്രമവും പാശ്ചാത്യ ആത്മീയതയും ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് അവർ പരിശ്രമിക്കുകയുണ്ടായി. അത് മുഖാന്തരം ഇവിടെയുണ്ടായിരുന്ന ഭാരത സഭയിലെ വിശ്വാസികളും പോർട്ടുഗീസ് മിഷണറിമാരും തമ്മിൽ അസ്വസ്ഥതകൾ രൂപപ്പെടുകയുണ്ടായി. ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സുറിയാനി ആരാധനാക്രമത്തിന് പകരം ലത്തീൻ ആരാധനാക്രമം നടപ്പിലാക്കുന്നതിന് മിഷണറിമാർ പരിശ്രമിച്ചു. അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും കേരള സഭയെ നയിച്ചു. പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടുത്തെ സഭയുടെ മേൽ പദ്രവാദോ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. പദ്രവാദോ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരികത്വം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മിഷൻ പ്രദേശങ്ങളുടെ മേൽ പോർട്ടുഗീസ് രാജാവിന് മാർപ്പാപ്പ നൽകിയ പ്രത്യേക അധികാര അവകാശമാണത്. അതായത് ഭാരതത്തിലെ മിഷൻ പ്രദേശങ്ങളുടെ മേൽ പോർട്ടുഗീസ് രാജാവിന് രക്ഷാധികാരികത്വം ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇവിടുത്തെ സഭയുടെ മേൽ പോർട്ടുഗീസ് വികാരിക്കാണ് അധികാരമെന്നും ഇവിടുത്തെ പള്ളികളുടെയും സ്വത്തിൻ്റെയും രക്ഷാധികാരികത്വം പോർട്ടുഗീസ് രാജാവിനാണെന്നും ഉള്ള തീരുമാനമാണ് പദ്രവാദോ നടപ്പാക്കലിലൂടെ സംഭവിച്ചത്. 1600 ഓഗസ്റ്റ് 4 പദ്രവാദോ മലങ്കര സഭയുടെ മേൽ നടപ്പിലാക്കി. 1500 മുതൽ ഏകദേശം 1600 വരെ 3 പേർഷ്യൻ മെത്രാന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നതെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. 1504 മുതൽ മാർ യാക്കോബ് ഇവിടെ ഭരിച്ചിരുന്നു. 1556 മുതൽ മാർ ജോസഫ് ഇവിടെ ഭരിച്ചിരുന്നു. 1668 മുതൽ 1597 വരെ മാർ അബ്രഹാം എന്ന മെത്രാൻ ഇവിടെ ഭരിച്ചിരുന്നു. പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടെ വരുമ്പോൾ 1500 മുതൽ 1600 വരെയുള്ള കാലഘട്ടങ്ങളിൽ 3 പേർഷ്യൻ മെത്രാന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അവർ 3 പേരും കത്തോലിക്ക സഭയിൽപ്പെട്ട മെത്രാന്മാരായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മാർ യാക്കോബുമായി പോർട്ടുഗീസ് മിഷണറിമാർ നല്ല ബന്ധത്തിലാണ് ആയിരുന്നത്. എന്നാൽ മാർ ജോസഫുമായും മാർ അബ്രഹാമുമായും പോർട്ടുഗീസ് മിഷണറിമാർ വേണ്ടത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല മുൻപോട്ട് നീങ്ങിയിരുന്നത്. മാർ അബ്രഹാമിൻ്റെ കാലത്ത് മലങ്കര സഭയുടെ മേൽ പോർട്ടുഗീസ് മിഷണറിമാർ പിടിമുറുക്കി. നെസ്തോറിയൻ പാഷണ്ഡത ഇവിടുത്തെ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും നെസ്തോറിയൻ പാഷണ്ഡത ആരോപിക്കുകയും ചെയ്തു. അതുകൊണ്ട് സുറിയാനി ഭാഷയിലുള്ള ആരാധനാക്രമം മാറ്റണമെന്നും ലത്തീൻ ആരാധനാക്രമം ഉപയോഗിക്കണമെന്നും നിർബന്ധിക്കുകയുണ്ടായി.
സുറിയാനി ഭാഷ എല്ലാ ഭാഷണ്ഡതയുടെയും മാതാവാണെന്നും ഉറവിടമാണെന്നും അവർ പറഞ്ഞു തുടങ്ങി. 1597 മാർ അബ്രഹാം മരിച്ചതിന് ശേഷം പോർട്ടുഗീസ് മിഷണറിമാർ ഭാരതസഭയുടെ മേൽ പൂർണ്ണ അധികാരം അവർ ഏറ്റെടുക്കുകയാണ്. 1599 നടന്ന ഉദയംപേരൂർ സുനോദോസോടുകൂടി ഈ പാശ്ചാത്യ മേൽക്കോയ്മ ഭാരതസഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. 1597 മാർ അബ്രഹാം മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പേർഷ്യൻ മെത്രാൻ കേരളത്തിൽ വരുന്നത് മിഷണറിമാർ തടഞ്ഞു. മലങ്കരയിൽ മെത്രാന്മാർ ഇല്ലാത്ത അവസരം നോക്കി 1599 ഫെബ്രുവരി 1 മെനേസിസ് എന്ന മെത്രാൻ ഗോവയിൽ നിന്നും കേരളത്തിലെത്തി. താൻ റോമ മാർപ്പാപ്പായ്ക്ക് റോമിലേക്ക് അയച്ച കത്ത്, അതിൻ്റെ വിശദീകരണങ്ങൾ അദ്ദേഹം ഇവിടുത്തെ വിശ്വാസികൾക്ക് നൽകി. അതിപ്രകാരം സൂചിപ്പിച്ചിരുന്നു, മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഒരു സൂനോദോസ് കൂടണമെന്നും അതിനെല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ഈ സൂനോദോസ് വഴി മെനേസിസ് ലക്ഷ്യം വെച്ചത് ഭാരതത്തിലെ സുറിയാനി സഭയെ ലത്തീൻ സഭയുടെ അധികാരത്തിന് കീഴിലാക്കുക, സുറിയാനി ആരാധനക്രമവും ആചാരങ്ങളും മാറ്റി ലത്തീൻ ആരാധനക്രമവും ആധ്യാത്മികതയും ഇവിടെ അടിച്ചേൽപ്പിക്കുക, പാശ്ചാത്യ മിഷണറിമാരെ, പാശ്ചാത്യ മെത്രാന്മാരെ സ്വീകരിക്കുവാൻ ഇവിടുത്തെ സഭ ഒരുക്കുക. ഈ 3 ലക്ഷ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഉദയംപേരൂരിൽ സൂനോദോസ് നടത്തുന്നതിനായിട്ട് മെനേസിസ് ആഗ്രഹിച്ചത്. അന്നിവിടെ ഉണ്ടായിരുന്ന ആർച്ച് ഡീക്കനും മെനേസിസുമായി വേണ്ടത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല, സ്നേഹത്തിലുമായിരുന്നില്ല. എന്നാൽ മെനേസിസ് ഈ കാലഘട്ടത്തിൽ വിവിധ പള്ളികൾ സന്ദർശിക്കുകയും അവിടെ പട്ടങ്ങൾ കൊടുക്കുകയും അങ്ങനെ നിരവധി ശുശ്രൂഷകൾ അദ്ദേഹം നിരവധി ദേവാലയങ്ങൾ നടത്തുകയും ചെയ്തു. 1599 ജൂൺ മാസം 20 ഉദയംപേരൂരിൽ സൂനോദോസ് കൂടാൻ അദ്ദേഹം തീരുമാനിക്കുകയും എല്ലാ പള്ളികളിൽ നിന്നും വികാരിമാർ, ശമ്മാശന്മാർ, ഒരിടവകയിൽ നിന്ന് 4 പ്രതിനിധികൾ എന്നിങ്ങനെ സൂനോദോസിൽ നിർബന്ധമായും സംബന്ധിക്കണമെന്നും സംബന്ധിച്ചില്ലെങ്കിൽ മഹറോൻ ശിക്ഷയിൽ ഉൾപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദേവാലയങ്ങളിലേക്കും അദ്ദേഹം കത്തുകൾ എഴുതി. അങ്ങനെ 1599 ജൂൺ മാസം 20 ഉദയംപേരൂർ പള്ളിയിൽ സൂനോദോസ് ആരംഭിച്ചു. 153 വൈദികരും 660 അൽമായരും ചേർന്നതായിരുന്നു ഈ സൂനോദോസ്. മെനേസിസിൻ്റെ ആഗ്രഹപ്രകാരം സൂനോദോസ് പൂർത്തീകരിക്കപ്പെട്ടു. ആ സൂനോദോസിൽ പ്രത്യേകമായി എടുത്ത തീരുമാനങ്ങൾ പാശ്ചാത്യ മെത്രാന്മാരെ ഇനിമേൽ ഭാരതത്തിലെ സഭയുടെ മേൽ ഭരിക്കുന്നതിനായിട്ട് നിയോഗിച്ചു. ആർച്ച് ഡീക്കൻ്റെ അവകാശങ്ങൾ സൂനോദോസ് വെട്ടിക്കുറച്ചു. വികാരിമാരെ നിയമിക്കുന്ന രീതി നടപ്പിലാക്കി. വൈദിക ബ്രഹ്മചര്യം നിർബന്ധമായും നടപ്പിലാക്കി. വൈദിക വിദ്യാർത്ഥികൾക്കായി സെമിനാരി ആരംഭിക്കുകയുണ്ടായി. ആരാധനക്രമത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തി. വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും 2 സാദൃശ്യത്തിൽ കൊടുത്തിരുന്നത് അത് ഒരു സാദൃശ്യത്തിൽ മാത്രമായി കർത്താവിൻ്റെ തിരുശരീരം മാത്രം കൊടുക്കുന്ന രീതിയാക്കി മാറ്റി. പള്ളികളിൽ രൂപങ്ങളും ക്രൂശിത രൂപങ്ങളും സ്ഥാപിച്ചു. മാമോദീസയുടെ കൂടെ നടത്തിയിരുന്ന മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും നിർത്തലാക്കി. മാമോദീസ മാത്രമായിട്ട് പ്രവേശ കൂദാശയെ ചുരുക്കി. ഇവയെല്ലാം ഉദയംപേരൂർ സൂനോദോസിൻ്റെ തുടർ നടപടികളായിരുന്നു. അങ്ങനെ ഉദയംപേരൂർ സൂനോദോസിലൂടെ മലങ്കര സഭയുടെ, ഭാരതസഭയുടെ പൗരസ്ത്യ ആധ്യാത്മികത അത് ലത്തീൻ ആധ്യാത്മിക രീതിയിലേക്ക് മാറ്റുകയും ലത്തീൻ ഭരണരീതി ഇവിടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഉദയംപേരൂർ സൂനോദോസിന് ശേഷം 1653 കൂനംകുരിശ് നടക്കുന്നതുവരെ ഇവിടുത്തെ സഭ, ഭാരതസഭ മുഴുവനായും ലത്തീൻ കാനോനികമായ ഭരണത്തിന് കീഴിലായി, കാനോനിക അധികാരത്തിന് കീഴിലായി എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉദയംപേരൂർ സൂനോദോസിന് ശേഷം 1599 മുതൽ
1624 വരെ ഫ്രാൻസിസ് റോസ് എന്ന മെത്രാനാണ് ഭാരതസഭയെ നയിച്ചത്. ഉദയംപേരൂർ സൂനോദോസിൻ്റെ ഡിക്രികൾ അദ്ദേഹം ക്രമേണ നടപ്പിലാക്കി. ഇന്ത്യയെ 4 രൂപതകളായി അദ്ദേഹം തിരിച്ചു. ഗോവ, കൊച്ചി, മൈലാപ്പൂർ, കൊടുങ്ങല്ലൂർ എന്ന് 4 രൂപതകളായി ഭാരതസഭയെ അദ്ദേഹം തിരിക്കുകയുണ്ടായി. കൊടുങ്ങല്ലൂർ രൂപതയെ ഇവിടെയുണ്ടായിരുന്ന സുറിയാനി മർത്തോമ ക്രിസ്ത്യാനികളെ കൊടുങ്ങല്ലൂർ രൂപതയുടെ ഭാഗമായി അദ്ദേഹം കരുതി. 1624 മുതൽ 1641 വരെ സ്റ്റീഫൻ ബ്രിട്ടോ എന്ന് പറയുന്ന മെത്രാൻ ഫ്രാൻസിസ് റോസിന് ശേഷം ഈ സഭയെ ഭരിച്ചു. 1641 മുതൽ 59 വരെ ഫ്രാൻസിസ് ഗാർസിയ എന്ന മെത്രാൻ തുടർന്ന് ഈ സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഫ്രാൻസിസ് ഗാർസിയയുടെ കാലത്ത് പോർട്ടുഗീസ് മിഷണറിമാരും മർത്തോമ ക്രിസ്ത്യാനും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായി. ആർച്ച് ഡീക്കൻ തോമായും ഫ്രാൻസിസ് ഗാർസിയയും തമ്മിൽ വിദ്വേഷത്തിലായി. ഇതിനുശേഷമാണ് ചരിത്രപ്രസിദ്ധമായ കൂനംകുരിശ് സത്യം 1653 നടക്കുന്നത്. 1653 അഹത്തുള്ള എന്ന് പറയുന്ന പേർഷ്യൻ മെത്രാൻ കേരളക്കരയിലേക്ക് വരുന്നു എന്ന് അറിയിപ്പുണ്ടായി. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം ഒരു പേർഷ്യൻ മെത്രാനെ കാണാനും പേർഷ്യൻ മെത്രാനെ സ്വീകരിക്കുവാനും അവർക്ക് അവസരം ലഭിച്ചതിൽ ജനം വളരെ സന്തോഷം ഉള്ളവരായി. അഹത്തുള്ളയെ സ്വീകരിക്കുവാൻ വേണ്ടി വലിയൊരു ജനക്കൂട്ടം കൊച്ചി ഭാഗത്ത് എത്തിച്ചേർന്നു. അഹത്തുള്ള കരയ്ക്കിറങ്ങിയാൽ അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കും. അപ്പോൾ പോർട്ടുഗീസ് മിഷണറിമാരുടെയും ഇപ്പോൾ ഭരിക്കുന്ന മെത്രാന്മാരുടെയും അധികാരം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ മിഷണറിമാർ സൈന്യത്തിൻ്റെ ഒത്താശയോടുകൂടി അഹത്തുള്ള മെത്രാനെ കരയ്ക്കിറങ്ങുവാൻ അനുവദിച്ചില്ല. അവർ അദ്ദേഹത്തെ ഗോവയിലേക്ക് തിരിച്ചയച്ചു എന്നാണ് ചരിത്രം. തുടർന്ന് അദ്ദേഹം ഗോവയിൽ നിന്നും യൂറോപ്പിലേക്ക് പോവുകയും പാരീസിൽ വെച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്ര സാക്ഷി. എന്നാൽ അഹത്തുള്ള മെത്രാൻ കൊച്ചിയിലെത്തി കരയ്ക്കിറങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ ആളുടെ ഇടയിലൊരു കിംവദന്തി പൊട്ടിപ്പുറപ്പെട്ടു. പോർട്ടുഗീസ് മിഷണറിമാർ അഹത്തുള്ള മെത്രാനെ കൊച്ചി കടലിൽ മുക്കിത്താഴ്ത്തി കൊന്നു എന്ന്. ഈ കിംവദന്തി കേട്ടതോടുകൂടി ജനങ്ങൾ എല്ലാവരും പരിഭ്രാന്തരായി. അവർ അതീവ ദുഃഖത്തോടും രോഷത്തോടും കൂടി പോർട്ടുഗീസ് മിഷണറിമാർക്കെതിരെ ഒരു സത്യം ചെയ്യുകയാണ്. 1653 ജനുവരി മാസം 3-ാം തീയതി വെള്ളിയാഴ്ച മട്ടാഞ്ചേരിയിലെ പള്ളിക്കകത്ത് മെഴുകുതിരി കത്തിച്ചും ബാക്കിയുള്ളവർ മുറ്റത്തുള്ള കുരിശിൽ കയറ് കെട്ടി കയറിൽ പിടിച്ചുകൊണ്ടും ഞങ്ങളുടെ സന്തതികളുള്ളിടത്തോളം കാലം സാമ്പാളൂർ പാതിരിമാർക്ക് കീഴിൽ ഞങ്ങൾ ഇരിക്കുകയില്ല, അവരെ ഞങ്ങൾ അനുസരിക്കുകയില്ല. അതായത് ഞങ്ങളുടെ സന്തതികളുള്ളിടത്തോളം കാലം പോർട്ടുഗീസ് മിഷണറിമാരെ ഞങ്ങൾ അംഗീകരിക്കുകയോ അവരുടെ കീഴിലായിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് വളരെ രോഷത്തോടും വേദനയോടും കൂടി അവർ കുരിശിൽ കയറ് കെട്ടി അവർ സത്യം ചെയ്തു. ഇതിനെയാണ് കൂനംകുരിശ് സത്യം എന്ന പേരിൽ നാം അറിയപ്പെടുന്ന കൂനംകുരിശ് ഓത്ത് എന്ന പേരിൽ നാം മനസ്സിലാക്കുക. അതിനുശേഷം ദേവാലയത്തിൽ വെച്ച് ഒരു ആലോചന യോഗം നടക്കുകയും ഈശോസഭ മെത്രാന്മാരെ വേണ്ടെന്നും സ്വജാതിയിൽപ്പെട്ട ഒരു മെത്രാനെ ഞങ്ങൾക്ക് ലഭിക്കണമെന്നും കർമ്മലീത്തക്കാരെയോ മറ്റ് മെത്രാന്മാരെയോ കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണെന്നും ഇക്കാര്യങ്ങൾ പറഞ്ഞ് റോമിലേക്ക് കത്തയക്കുവാനും അവർ തീരുമാനിച്ചു. 1653 മെയ് 22 ആലങ്ങാട്ട് പള്ളിയിൽ വീണ്ടും ഒരു യോഗം കൂടാനും തീരുമാനിച്ച് അവർ അവിടെ നിന്ന് പിരിയുകയുണ്ടായി. തുടർന്ന് 1653 മെയ് മാസം 22-ാം തീയതി പെന്തിക്കോസ്ത് ദിവസം അവർ ആലോചന യോഗം നടത്തുകയും 12 വൈദികർ കൂടി തോമ ആർച്ച് ഡീക്കനെ മർത്തോമ ഒന്നാമൻ എന്ന പേരിൽ മെത്രാനായി അവരോധിക്കുകയും ചെയ്തു. കൂടെ 4 ആലോചനക്കാരെയും അവർ നിയോഗിച്ചു. മർത്തോമ ഒന്നാമനെ 12 പേര് കൂടി മെത്രാനായി അവരോധിച്ചു എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയുടെ സഭാസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് ആണ് നാം മനസ്സിലാക്കുക.
ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയാമായിരുന്നു 12 പേര് കൂടി പട്ടം കൊടുത്താൽ അത് മെത്രാൻ പട്ടം ആവുകയില്ല എന്ന്. 4 ആലോചനക്കാരെ കൂടെ ഇതിനോടൊപ്പം ഇവർ നിയോഗിച്ചു. പള്ളിവീട്ടിൽ അഥവാ പറമ്പിൽ ചാണ്ടിക്കത്തനാർ, കടവിൽ ചാണ്ടിക്കത്തനാർ, വേങ്ങല്ലൂർ ഗീവർഗീസ് കത്തനാർ, ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ. അഹത്തുള്ള വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു വിട്ടെന്നും 12 പേര് കൂടി ഒരു മെത്രാനെ വാഴിക്കണമെന്നും ഒരു വ്യാജ രേഖ ആരും എഴുതിയുണ്ടാക്കി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 12 പേര് കൂടി മെത്രാസ്ഥാനം നൽകിയെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഭാരതസഭയിൽ വലിയ പ്രതിസന്ധിയുണ്ടായി. മിഷണറിമാരും അവരെ അംഗീകരിക്കുന്ന വളരെ കുറച്ചൊരു ചെറിയ സമൂഹവും ഒരു വശത്തും, മാർത്തോമ ഒന്നാമനും അദ്ദേഹത്തോടൊപ്പം ഭാരതസഭയിലെ കേരള സഭയിലെ മുഴുവൻ ജനങ്ങളും. സത്യത്തിൽ കൂനംകുരിശ് സത്യം ആരാണ് നടത്തിയത്? പുത്തൻകൂറ്റുകാരാണോ പഴയകൂറ്റുകാരാണോ? ആരാണ് കൂനംകുരിശ് സത്യം നടത്തിയെന്ന് ചോദിച്ചാൽ അന്ന് പുത്തൻകൂറും പഴയകൂറും ഒന്നും തിരിഞ്ഞിട്ടില്ല. 1653 ഇവിടുത്തെ സഭ ഒറ്റ സഭയായിരുന്നു. മർത്തോമ ക്രിസ്ത്യാനികൾ, സെൻറ് തോമസ് ക്രിസ്ത്യൻസ്. അവരുടെ വലിയ നൊമ്പരവും രോക്ഷവും ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രകടനവുമായിരുന്നു കൂനംകുരിശ് സത്യം. അവരുടെ ആരാധനക്രമവും ആധ്യാത്മികതയും എല്ലാം നഷ്ടപ്പെടുന്നതിലുള്ള അവരുടെ ഒരു വികാരപ്രകടനമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സമൂഹം അല്ല ചെയ്തത്. ഇവിടെയുണ്ടായിരുന്ന മർത്തോമ ക്രിസ്ത്യാനികൾ എല്ലാവരും ചേർന്നാണ് നടത്തിയത്. അവിടെ ഒരു വിഭാഗീയത കൂനംകുരിശിലുണ്ടായിരുന്നില്ല. മർത്തോമ ക്രിസ്ത്യാനികൾ ഒന്നടങ്കമാണ് ഈ കൂനംകുരിശ് സത്യം നിർവഹിച്ചത്. സത്യത്തിൽ കൂനംകുരിശ് സത്യം പോർട്ടുഗീസ് മിഷണറിമാർക്ക് എതിരായിട്ടായിരുന്നു. എന്നാൽ കൂനംകുരിശ് സത്യം റോമിലെ മാർപ്പാപ്പായ്ക്ക് എതിരായിട്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് പുത്തൻകൂർ സമുദായം, പ്രത്യേകിച്ച് യാക്കോബായ സഭ അന്ത്യോക്യൻ സഭയുടെ ഭാഗമായി തീർന്നതിന് ശേഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും എഴുതിക്കൊണ്ടിരുന്നതും. എന്നാൽ സത്യത്തിൽ മാർപ്പാപ്പായ്ക്കെതിരെ ഇവിടെ യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രരേഖകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഭാരതത്തിലെ മലങ്കര സഭയും മിഷണറിമാരും തമ്മിൽ ഭിന്നതയുണ്ടായി എന്ന് മനസ്സിലാക്കി റോം 2 കർമ്മലീത്ത വൈദികരെ പ്രശ്നപരിഹാരത്തിനായിട്ട് കേരളത്തിലേക്ക് അയച്ചു. 1657 യോസഫ് സെബസ്ത്യാനി എന്ന കർമ്മലീത്ത വൈദികൻ ഇവിടെ വന്നു. 1658 ഹിയാസിന്ത് എന്ന കർമ്മലീത്ത വൈദികനും ഇവിടെ വന്നു. 1659 ഹിയാസിന്ത് എന്ന ഈ കർമ്മലീത്ത വൈദികൻ തോമ ആർച്ച് ഡീക്കനെ, മാർത്തോമ ഒന്നാമനെ മഹ്റോൻ ചൊല്ലി. ഇത് മിഷണറിമാരും ഭാരതസഭയും തമ്മിൽ അകലുന്നതിന് കൂടുതൽ ഇടയാക്കി. 1961 ഹിയാസിന്ത് വൈദികൻ മരിച്ചു. അതുപോലെ തന്നെ മെത്രാനായിരുന്ന ഗാർസിയായും മരിച്ചു. തുടർന്ന് യോസഫ് സെബസ്ത്യാനി 1961 മെയ് 14 മെത്രാനായി കേരളത്തിലേക്ക് കടന്നു വന്നു. യോസഫ് സെബസ്ത്യാനിയും മാർത്തോമ ഒന്നാമനും തമ്മിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി. മാർത്തോമ ഒന്നാമനെ യോസഫ് സെബസ്ത്യാനി മഹ്റോൻ ചൊല്ലുകയും സഭയ്ക്ക് പുറത്താക്കുകയും ചെയ്തു. 1662 ആയപ്പോഴേക്കും ഡച്ചുകാർ കേരളത്തിലേക്ക് കടന്നു വരികയും കൊച്ചിയുടെ അധികാരം അവർ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ പോർട്ടുഗീസ് മിഷണറിമാരോട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടുകൊള്ളാൻ ഡച്ചുകാർ കൽപ്പിച്ചു. ഈ സമയം യോസഫ് സെബസ്ത്യാനി ആലോചനക്കാരിൽ ഒരുവനായ പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടിക്കത്തനാർക്ക് മെത്രാഭിഷേകം നൽകിക്കൊണ്ട് ഭാരതസഭയുടെ മെത്രാനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. കടുത്തുരുത്തിൽ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചതിന് ശേഷം 1663 ഫെബ്രുവരി 14 ജോസഫ് സെബസ്ത്യാനി നാടുവിട്ടു. അങ്ങനെ മാർത്തോമ ഒന്നാമൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട മാർത്തോമ ഒന്നാമൻ്റെ ആലോചനക്കാരനായിരുന്ന 4 പേരിൽ പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടിക്കത്തനാർക്ക് മെത്രാസ്ഥാനം ലഭിച്ചതോടുകൂടി
സ്വദേശീയ മെത്രാനെ ലഭിച്ചതിലുള്ള വലിയ സന്തോഷം മലങ്കരയിലെ ജനങ്ങൾക്കിടയിലുണ്ടായി. ഞങ്ങൾക്ക് സ്വന്തമായി മെത്രാനെ ലഭിച്ചതിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായിട്ട് എല്ലാവരും താല്പര്യം കാണിച്ചു. അങ്ങനെ പറമ്പിൽ ചാണ്ടി കത്തനാർ ഇവിടുത്തെ സഭയുടെ നാട്ടുമെത്രാനായിട്ട് നിയോഗിക്കപ്പെട്ടു. അന്നുണ്ടായിരുന്ന പള്ളികളിൽ ഏകദേശം 60 പള്ളികളോളം ചാണ്ടിക്കത്തനാരെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കുറേ പള്ളികൾ ഭാഗികമായി. എന്നാൽ അതേസമയം മർത്തോമ ഒന്നാമന് മെത്രാസ്ഥാനം ലഭിക്കാതിരിക്കുകയും അദ്ദേഹത്തെ അവഗണിക്കുകയും ചെയ്തതോടുകൂടി സഭയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ഏകദേശം 40 പള്ളികളോളം മാർത്തോമ ഒന്നാമനെ അംഗീകരിക്കുകയും കുറേ പള്ളികൾ ഭാഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഭാരതസഭയിൽ പിളർപ്പുണ്ടാകുന്നത്. പറമ്പിൽ ചാണ്ടിക്കത്തനാരെ മെത്രാനായി അംഗീകരിച്ചവർ പഴയ കൂറ്റുകാരെന്നും മർത്തോമ ഒന്നാമനെ അംഗീകരിച്ചവർ പുത്തൻ കൂറ്റുകാരായും തീരുകയാണ്. ഏതൊക്കെ പള്ളികൾ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അംഗീകരിച്ചോ അവരെല്ലാവരും പഴയ കൂറ്റുകാരായി അറിയപ്പെട്ടു. മർത്തോമ ഒന്നാമനെ അംഗീകരിച്ചവർ ചാണ്ടിക്കത്തനാരെ അംഗീകരിക്കാതെ മർത്തോമ ഒന്നാമൻ്റെ കൂടെ നിന്നവർ അവർ പുത്തൻ കൂറ്റുകാരായും പരിഗണിക്കപ്പെട്ടു. പറമ്പിൽ ചാണ്ടി മെത്രാനോടൊപ്പം നിന്നവർക്ക് മെത്രാസ്ഥാനം ലഭിച്ചു, അധികാരം ലഭിച്ചു. അവരെല്ലാ പ്രതിസന്ധിയിൽ നിന്നും അവരെ ഒഴിഞ്ഞു നിന്നു. അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ആ സമൂഹം സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ തുടങ്ങി. എന്നാൽ മർത്തോമ ഒന്നാമനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൂടെ നിൽക്കുന്ന വലിയൊരു സമൂഹം, ധാരാളം പള്ളികൾ, എന്നാൽ അദ്ദേഹത്തിൻ്റെ പട്ടം മെത്രാൻ പട്ടമല്ലെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്കും മെത്രാൻ പട്ടം കിട്ടണം, താൻ ആയിരിക്കുന്ന കൂട്ടായ്മയ്ക്കും മെത്രാൻ അധികാരമുള്ള ഒരു മെത്രാനെ അവർക്ക് ലഭിക്കണം എന്ന താല്പര്യത്തോടുകൂടി അദ്ദേഹം അന്ത്യോക്യയിലേക്ക് കത്തുകൾ അയക്കുകയും 1665 മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന അന്ത്യോക്യയിലെ യാക്കോബായ മെത്രാൻ ഭാരതത്തിൽ വരികയും മർത്തോമ ഒന്നാമനെയും കൂടെയുണ്ടായിരുന്ന ദേവാലയങ്ങളെയും ഒന്നിച്ചു നിർത്തി അവർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മർത്തോമ ഒന്നാമനോടൊപ്പം മാർ ഗ്രിഗോറിയോസിനെ സ്വീകരിച്ച് യാക്കോബായ സഭയുടെ ഭാഗമായി തീരുകയും ക്രമേണ അന്ത്യോക്യൻ ആരാധനക്രമം ഉപയോഗിക്കുകയും ചെയ്തവരാണ് പുത്തൻകൂറ്റുകാർ എന്ന പേരിൽ അറിയപ്പെടുക. എന്നാൽ ചാണ്ടിമെത്രാനോടൊപ്പം നിന്ന് അതുവരെ ഉണ്ടായിരുന്ന കൽദായ സുറിയാനി ആരാധനക്രമം തുടരുകയും റോമ മാർപ്പാപ്പായുമായി സംസർഗം തുടരുകയും ചെയ്ത സമൂഹമാണ് പഴയ കൂറ്റുകാർ. എന്നാൽ അതേസമയം മർത്തോമ ഒന്നാമൻ യാക്കോബായ സഭയിലെ മാർ ഗ്രിഗോറിയോസിനെ സ്വീകരിച്ച് യാക്കോബായ സഭയുടെ ഭാഗമായി തീരുകയും അന്ത്യോക്യൻ ആരാധനക്രമം ക്രമേണ സ്വീകരിക്കുകയും മാർപ്പാപ്പായുടെ സംസർഗത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കുകയും അങ്ങനെ പുതിയ കൂറായി പുതിയ ചേരിയായി തിരിയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ മാർത്തോമ ഒന്നാമൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ പുത്തൻകൂറ്റുകാരെന്നും മാർപ്പാപ്പായുടെ കൂടെ നിന്നവർ പഴയ ആരാധനക്രമം ഉപയോഗിച്ചവർ അവരെ പഴയ കൂറ്റുകാർ എന്ന പേരിലും അറിയപ്പെട്ടു. അങ്ങനെ ഭാരതസഭ രണ്ടായിട്ട് പിളരുകയാണ്. പുത്തൻകൂറെന്നും പഴയകൂറെന്നും പറയുന്ന രണ്ട് വിഭാഗം. ഈ പിളർപ്പ് ഉണ്ടാകുന്നത് 1663 പറമ്പിൽ ചാണ്ടി മെത്രാനാകുന്നതോടുകൂടി, തുടർന്ന് 1665 മാർ ഗ്രിഗോറിയോസ് അന്ത്യോക്യയിൽ നിന്ന് വന്ന് ഈ മാർത്തോമ ഒന്നാമനെ ചേർത്ത് നിർത്തി ഒരു സമൂഹമാക്കി അവരെ ബലപ്പെടുത്തിയതോടുകൂടി പുത്തൻകൂറും പഴയകൂറും തിരിയുകയാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1500 വരെ പോർട്ടുഗീസുകാർ ഇവിടെ വരുന്നത് വരെ ഇവിടെ ഒറ്റ സഭയും ഒരു ആരാധനക്രമമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മർത്തോമ ക്രിസ്ത്യാനികൾ, തോമാസ് ലീഹായുടെ മക്കൾ എന്നറിയപ്പെടുന്ന സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആരാധനക്രമം കൽദായ സുറിയാനി ആരാധനക്രമമായിരുന്നു. അവർ പേർഷ്യൻ മെത്രാന്മാരുടെ നിയന്ത്രണത്തിന് കീഴിലും ആയിരുന്നു. എന്നാൽ 1500 ശേഷം പോർട്ടുഗീസ് മിഷണറിമാരുടെ വരവോടുകൂടി ഇവിടെ ലത്തീൻ ആരാധനക്രമം കടന്നു വരികയുണ്ടായി.
റോമൻ ആരാധനക്രമവും റോമൻ സാന്നിധ്യവും ഇവിടെ ആരംഭിച്ചു. അങ്ങനെ ക്രമേണ ഭാരതത്തിൽ ലത്തീൻ ആരാധനക്രമം, റോമൻ ആരാധനക്രമം ഇവിടെ രൂപപ്പെട്ടു. 1665 അന്ത്യോക്യയിൽ നിന്നും മാർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ മെത്രാൻ ഇവിടെ വന്നതോടുകൂടി ക്രമേണ അന്ത്യോക്യൻ ആരാധനക്രമവും ഇവിടെ രൂപപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് കേരളത്തിൽ 3 ആരാധനാക്രമങ്ങൾ രൂപപ്പെട്ടത്: കൽദായ സുറിയാനി ആരാധനക്രമം, ലത്തീൻ ആരാധനക്രമം, അന്ത്യോക്യൻ ആരാധനക്രമം. ഇന്ന് കൽദായ സുറിയാനി ആരാധനക്രമം ഉപയോഗിക്കുന്നത് സീറോ മലബാർ സഭയാണ്. ലത്തീൻ ആരാധനക്രമം ഉപയോഗിക്കുന്നത് റോമൻ കത്തോലിക്ക സഭ, ലത്തീൻ സഭയാണ്. അതുപോലെ തന്നെ അന്ത്യോക്യൻ ആരാധനാക്രമം ഉപയോഗിക്കുന്ന വിവിധ സഭാ സമൂഹങ്ങൾ ഇവിടെയുണ്ട്. യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ, മലങ്കര മാർത്തോമാ സഭ, തോഴിയൂർ സഭ. ഈ സഭകളെല്ലാം അന്ത്യോക്യൻ ആരാധനാക്രമമാണ് ഉപയോഗിക്കുന്നത്. പോർട്ടുഗീസ് മിഷണറിമാർ ഇവിടെ കടന്നു വന്നപ്പോൾ ഭാരതസഭ അവരെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഭാരതസഭയും പോർട്ടുഗീസ് മിഷണറിമാരും തമ്മിൽ നല്ല ബന്ധത്തിലുമായിരുന്നു. എന്നാൽ പോർട്ടുഗീസ് മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമായിരുന്നത് പാശ്ചാത്യ ആധ്യാത്മികതയും ലത്തീൻ ആരാധനാക്രമവുമാണ്. അതുകൊണ്ട് അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത്. ഇവിടുത്തെ സഭയെ യഥാർത്ഥ കത്തോലിക്ക സഭയാക്കുക, അതിന് ലത്തീൻ ആരാധനാക്രമവും പാശ്ചാത്യ ആധ്യാത്മികതയും ആവശ്യമാണ് എന്നവരെ കരുതി. അവരുടെ ഉദ്ദേശശുദ്ധിയെ നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ സഭയെ യഥാർത്ഥ സത്യവിശ്വാസമുള്ള കത്തോലിക്ക സഭയാക്കുന്നതിനാണ് അവരാഗ്രഹിച്ചത്. എന്നാൽ പൗരസ്ത്യ ആധ്യാത്മികതയോ സുറിയാനി ആരാധനക്രമമോ അവർക്ക് പരിചിതം ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധികളെല്ലാം തന്നെ ഭാരതസഭയിൽ ഉണ്ടായത്. മിഷണറിമാരുടെ കടന്നുവരവോടുകൂടി ഭാരതസഭയ്ക്ക് മറ്റനേകം നന്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുന്നില്ല. മിഷണറിമാരിലൂടെ ഭാരതസഭയ്ക്ക് അനേകം ഭൗതിക ആത്മീയ നന്മകളുണ്ടായിട്ടുണ്ട്. അവയെല്ലാം ഈ അവസരത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കാറ്റഗേസിൻ്റെ 50-ാം എപ്പിസോഡ് 4 ഭാഗങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുക. ഭാരത സഭാചരിത്രം വളരെ ദീർഘമായതുകൊണ്ട് 4 എപ്പിസോഡുകളിലായിട്ടാണത് അവതരിപ്പിക്കുക. അതിൻ്റെ 1-ാം ഭാഗമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത 3 ഭാഗം അടുത്തു വരുന്ന ആഴ്ചകളിൽ തുടർച്ചയായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. കാറ്റഗേസിസ് മതബോധനമെന്ന ഈ പരമ്പരയുടെ അവസാന എക്സാം ഡിസംബർ മാസം 3-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് എന്നുള്ള കാര്യം എല്ലാവരെയും സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.